വിജയന് വേണോ ഗീതോപദേശം എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ CP നാരായണൻ MP, ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, നവലിബറൽ സാമ്പത്തിക നയങ്ങളെ അനുകൂലിക്കുന്ന ഒരു സാമ്പത്തിക വിദഗ്ധയെ എന്തിനാണ് ഇടതുപക്ഷത്തിൻ്റെ CPMൻ്റെ മുഖ്യമന്ത്രിക്ക് ഉപദേശകയായി വേണ്ടത് എന്നാണ്. എന്താണ് മറുപടി? ഞാനിതിന് മറുപടി പറയണമെന്ന് തോന്നുന്നില്ല. കാരണം ഒരു മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിക്ക് ആവശ്യമുള്ള ഉപദേശം നൽകാൻ പറ്റുന്ന ആളുകളെ തേടുന്നു, ആ ഉപദേശം തേടുന്നു. അത് നിങ്ങൾ ചോദിക്കുന്നത് പോലെ ഞാനിപ്പോൾ നിങ്ങളുടെ ചാനലൊക്കെ നേരത്തെ പറയുന്നത് കേട്ടു. നയപരമായ കാര്യങ്ങളിൽ മുഖ്യമന്ത്രിയെ ഉപദേശിക്കാനും നിർദ്ദേശം കൊടുക്കാനും പാർട്ടിയുടെ സംസ്ഥാന ഘടകമുണ്ട്, കേന്ദ്ര ഘടകമുണ്ട്. അപ്പോൾ നയോപദേശത്തിന് ഒരു ഉപദേശകനും ആവശ്യമില്ല, ഉപദേശകയെ ആവശ്യമില്ല. സാങ്കേതികമായ കാര്യങ്ങളിൽ, അവർക്ക് വൈഭവമുള്ള കാര്യങ്ങളിൽ ഉപദേശം നൽകാൻ ഓരോരോ മേഖലയിൽ അവരുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ആൾക്കാരുടെ സേവനം തേടാം. അതിലെന്താ എനിക്ക് ഇത്രയേറെ ചോദിക്കാനുള്ളത് പോലെ എനിക്ക് കാര്യം മനസ്സിലായില്ല. ശ്രീ CP നാരായണൻ, ഇവിടെ കൃത്യമായ രാഷ്ട്രീയ സാമ്പത്തിക നയപരിപാടികളുള്ളൊരു പ്രസ്ഥാനമാണ് CPMൻ്റേത്. ആ രംഗത്തൊരു ദാരിദ്ര്യം നിങ്ങൾ അനുഭവിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ സുവ്യക്തമാണ് കാര്യങ്ങളിൽ നിങ്ങളുടെ നിലപാട്, നിങ്ങളുടെ ദിശാബോധം. എന്തിന് പിന്നെ ഇതിനോട് ഘടകവിരുദ്ധമായ നിലപാടുള്ള ഒരാളെ ഉപദേശകയായി മുഖ്യമന്ത്രി വെക്കണം? എന്തിനാണത്? അല്ല, ഇത് പാർട്ടിക്ക് ഭരണവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ സോഷ്യലിസ്റ്റ് ആശയമുള്ള ആളുകളുമായിട്ട് മാത്രമല്ല, അത്തരം ഭരണകൂടങ്ങൾ മാത്രമായിട്ടല്ല ഇടപെടേണ്ടി വരിക. സ്വകാര്യ മേഖലയുണ്ടാവും, പൊതുമേഖലയുണ്ടാവും, പല ഗവൺമെൻറ്റുകളുണ്ടാവും, പല സ്ഥാപനങ്ങളുണ്ടാവും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളിൽ അവഗാഹമുള്ള ആളുകളുടെ അവരുടെ വ്യത്യസ്തമായ അഭിപ്രായമായിരിക്കും. അവർക്ക് അതിൽ ആഴത്തിലുള്ള അഭിപ്രായം അറിയുക എന്നുള്ളത് ഒരു മാർക്സിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. നിങ്ങൾക്കിപ്പോൾ വേണു ചോദിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഞങ്ങൾ മാർക്സിസ്റ്റുകാർക്ക് ഭരണത്തിൽ ആദ്യം വന്ന ലോകത്തിലൊരു മാർക്സിസ്റ്റായിരുന്നു ലെനിൻ. ലെനിൻ പറഞ്ഞൊരു കാര്യം, നിങ്ങൾ മാർക്സിസ്റ്റുകാരിൽ നിന്ന് മാത്രമല്ല, എവിടെയൊക്കെ അറിവുണ്ടോ അത് നിങ്ങൾക്ക് വിരുദ്ധമായ അറിവാണെങ്കിലും ആ അറിവും മനസ്സിലാക്കണം. മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ അതിനെ എങ്ങനെ നേരിടണമെന്നും അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നവലിബറൽ ചിന്താഗതിയിൽ അല്ലെങ്കിൽ നവലിബറൽ മേഖലയിൽ പ്രാവീണ്യം സിദ്ധിച്ചിട്ടുള്ള ഒരാളുടെ അവരുടെ വീക്ഷണം മനസ്സിലാകുന്നത് LDF മുഖ്യമന്ത്രിയെ വഴിതെറ്റിക്കുമെന്നുള്ള യാതൊരു മിഥ്യാബോധവും എനിക്കില്ല. അങ്ങനെ വഴിതെറ്റിക്കപ്പെടുന്ന ഒരു പ്രസ്ഥാനമാണ് LDFിലെ ഘടകകക്ഷിയായ CPMും മറ്റ് ഘടകകക്ഷികളും എന്നുള്ള ധാരണ എനിക്കില്ല. അപ്പോൾ നിങ്ങൾ മാധ്യമങ്ങൾ ഇപ്പോൾ ഈ തരത്തിൽ ഒരു വലിയ ഉത്കണ്ഠ പ്രകടിപ്പിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. ശ്രീ NM പിയേഴ്സൺ, ഒരു മാർക്സിസ്റ്റിന് ആ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഉള്ളടക്കത്തെ പറ്റിയുള്ള അവബോധം മാത്രം പോരാ, അതും നിന്നും ഭിന്നമായ എതിർ ചിന്തകളുടെ ധാരയും മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല, ലോകമാസകലം ഒരു സോഷ്യലിസ്റ്റ് ചേരിയായി രൂപപ്പെട്ടിട്ടില്ല. ഭിന്നമായ വർഗ താല്പര്യങ്ങളുള്ള ഒരു ലോകത്ത് തന്നെയാണ് നാം പ്രവർത്തിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ആ ഭിന്നമായ ആശയങ്ങളെ അഭിമുഖീകരിക്കുക, കുറേയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ പ്രതിരോധിക്കുക, ഇങ്ങനെയൊക്കെയുള്ളൊരു വലിയ ചിന്താ പദ്ധതിയാണ് പിണറായി വിജയൻ മുന്നോട്ട് വയ്ക്കുന്നത്. അത് സ്വാഗതാർഹമല്ലേ? അപ്പോൾ അല്ല, ജനാധിപത്യപരമായ രീതിയിൽ നമ്മൾ അത്തരം കാര്യങ്ങളിൽ ഒരു സംവാദത്തിൽ ഏർപ്പെടുമ്പോൾ അത് സ്വാഗതാർഹം എന്ന് പറയുന്ന വാക്കുകൊണ്ട് തന്നെ സ്വീകരിക്കപ്പെടണം എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഒരു സർക്കാരും ആ സർക്കാരിൻ്റെ നേതൃമുഖമായിരിക്കുന്നതായിട്ടുള്ള മുഖ്യമന്ത്രി ഒരു സാമ്പത്തിക വിദഗ്ധയുടെ ഉപദേശം സ്വീകരിക്കാൻ തീരുമാനിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും അവർ
വ്യാപിച്ചിരിക്കുന്ന മേഖലയിൽ അവരുടെ വൈദഗ്ധ്യത്തെ പങ്കുവെക്കുക എന്ന് പറയുന്ന അർത്ഥത്തോടുകൂടി തന്നെയായിരിക്കും സ്വീകരിക്കപ്പെടുക എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ ഇന്നത്തെ വർഗ സമൂഹത്തിനകത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു മാർക്സിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം പുതിയ കാലത്തിൻ്റെ സാമ്പത്തിക സിദ്ധാന്തം എന്ന നിലക്ക് മുതലാളിത്തത്തിൻ്റെ ആധുനിക രൂപമായിട്ടുള്ള ലിബറൽ ക്യാപിറ്റലിസം എന്ന് പറയുന്നത് എന്താണ് ഈ സമൂഹത്തിൽ ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, അത് സ്വീകരിക്കാനും മനസ്സിലാക്കാനും വേണ്ടി പരിശ്രമിക്കുക എന്ന് പറയുന്നതിൽ ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ ചില അപകടങ്ങൾ കാണുന്നുണ്ട്. കാരണം ഒരു സോഷ്യലിസ്റ്റ് സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് വേണ്ടി നിലനിൽക്കുന്നതായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായിട്ടുള്ള ആശയങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യത്തോടുകൂടി പ്രാവർത്തികമാക്കി മാറ്റേണ്ടത്. അങ്ങനെ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് സാധാരണ രീതിയിൽ ഉപദേശകരെ തേടുക. മുൻ സർക്കാരുകളെല്ലാം പ്രഭാത് പട്നായിക്കിനെ പോലെയുള്ളതായ സാമ്പത്തിക വിദഗ്ധരുടെ ഉപദേശം തേടിയിരുന്നത് എങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന മുതലാളിത്ത സംവിധാനത്തിനകത്ത് സോഷ്യലിസ്റ്റ് ആശയങ്ങളെ സന്നിവേശിപ്പിക്കാനും സാധാരണക്കാരും പാവപ്പെട്ടവരുമായിട്ടുള്ള മനുഷ്യർക്ക് ഗുണകരമായിട്ടുള്ള രീതിയിലേക്ക് നമ്മുടെ സമൂഹത്തിൻ്റെ ഭരണത്തെ മാറ്റിത്തീർക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഉപദേശം തേടുന്നതിന് വേണ്ടിയാണ്. എനിക്കിപ്പോൾ തോന്നുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ പിണറായി വിജയൻ നമ്മുടെ കാലത്തിനനുസൃതമായിട്ടുള്ള രീതിയിൽ കേരളത്തെ വലിയ തോതിലേക്ക് ലിബറൽ മുതലാളിത്തത്തിൻ്റെ പാതയിലേക്ക് നയിക്കുന്നതിന് എന്ത് സാധ്യതകളുണ്ട് എന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടി ആയിരിക്കും ഹാർവാർഡ് സർവകലാശാലയിലെ ഈ സാമ്പത്തിക വിദഗ്ധയുടെ ഉപദേശം നേടാനായിട്ട് സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളത്. അങ്ങനെ സ്വീകരിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും അതിൽ നമുക്ക് തീർച്ചയായിട്ടും സോഷ്യലിസ്റ്റ് ചേരിക്കകത്ത് നിൽക്കുന്ന ഒരു ഇടതുപക്ഷ ചിന്തക്കകത്ത് നിൽക്കുന്ന മനുഷ്യർ എന്ന നിലയ്ക്ക് സംശയങ്ങളും ഉത്കണ്ഠകളും ഉണ്ടാകും. അത് സ്വാഭാവികം മാത്രമാണ്. ശ്രീ എം ലിജു ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ. ശ്രീ എം ലിജു, ഈ ഗീതാ ഗോപിനാഥ് പിണറായി വിജയനെ ഉപദേശിച്ചാൽ എന്ത് അബദ്ധമുണ്ടാകും, എന്ത് കുഴപ്പമുണ്ടാകുമെന്നാണ് കോൺഗ്രസ് കരുതുന്നത്? ഞാൻ അങ്ങനെ ഒരു അബദ്ധമൊക്കെ ഉണ്ടാകും എന്നൊന്നും കരുതുന്നില്ല. പക്ഷെ ഇവിടുത്തെ വിഷയം ശ്രീ പിണറായി വിജയന് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള സാമ്പത്തിക ഉപദേഷ്ടാവിനെയോ നിയമ ഉപദേഷ്ടാവിനെയൊക്കെ സ്വീകരിക്കാം. പക്ഷെ അങ്ങനെ സ്വീകരിക്കുമ്പോൾ നിലപാടുകളിൽ സത്യസന്ധത പുലർത്തേണ്ടി വരും. ഇപ്പോ ശ്രീ പിണറായിയും ഇടതുപക്ഷവും ഒക്കെ തന്നെ പ്രഖ്യാപിക്കുന്ന സാമ്പത്തിക നയത്തിന് തികച്ചും വിരുദ്ധമായ നിലപാടുകളുള്ള ആളാണ് ശ്രീമതി ഗീതാ ഗോപിനാഥ്. ഉദാഹരണത്തിന് ഭൂമി ഏറ്റെടുക്കൽ നിയമം. ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിൽ ശ്രീ നരേന്ദ്രമോദി പാസാക്കിയ ബില്ല് പുതിയ കാലഘട്ടത്തിൽ അനിവാര്യമാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് ലേഖനങ്ങൾ എഴുതി അഭിപ്രായം പ്രകടിപ്പിച്ച ആളാണ് ശ്രീമതി ഗീതാ ഗോപിനാഥ്. അതോടെ തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഡീറെഗുലേഷനെ സംബന്ധിച്ചും ശ്രീമതി ഗീതാ ഗോപിനാഥിന്റെ അഭിപ്രായം അങ്ങനെ നിയന്ത്രണങ്ങളില്ലാതെ തന്നെ വിപണിക്ക് വിട്ടുകൊടുക്കണമെന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികം അത്രമാത്രം പ്രഖ്യാപിത നിലപാടുകളുള്ള ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞയെ തന്നെ തന്റെ ഉപദേഷ്ടാവായി വിൽക്കുന്നതിലൂടെ തങ്ങൾ ഇതുവരെ പ്രഖ്യാപിക്കുന്ന സാമ്പത്തിക നിലപാടുകളിൽ ശ്രീ പിണറായി വിജയന് തന്നെ സംശയമുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഈ നിലപാടിലൂടെ വ്യക്തമാവുന്നത്. നാളെയും അത്തരം നിലപാടുകൾ, അതായത് പുറമേ പറയുന്ന നിലപാടുകൾക്കപ്പുറത്ത് ഞങ്ങൾ അതിനൊന്നും പൂർണ്ണമായി വിശ്വസിക്കുന്നില്ല, ഞങ്ങൾ അതൊക്കെ ഒരു നിലപാടിന് വേണ്ടി പറയുന്നതേ ഉള്ളൂ, മറ്റു ചിലതാണ് സത്യം, അതിലേക്ക് എത്തുന്ന വഴികാട്ടികളായ ചിലരെ ഞങ്ങൾ നിയമിക്കുന്നു എന്ന തരത്തിൽ കാര്യങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ സംശയങ്ങളൊക്കെ അവസാനിക്കും. അതോടൊപ്പം തന്നെ ശ്രീമതി ഗീതാ ഗോപിനാഥ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഇത്തരം നിലപാടുകൾ ഈ നാട്ടിലെ സാധാരണക്കാർക്ക് യോജിച്ചതല്ല എന്നുള്ളതാണ് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട്. നാളെ അവരുടെ ഇത്തരം നിലപാടുകൾ ശ്രീ പിണറായി വിജയന്റെ നിലപാടുകളെ പൂർണ്ണമായി സ്വാധീനിച്ച് അത്തരത്തിലേക്കാണ് സാമ്പത്തിക നയങ്ങൾ, ഇടത് സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങൾ വഴിമാറുന്നതെങ്കിൽ അതിനെ ഞങ്ങൾക്ക് എതിർക്കേണ്ടി വരും. ഇത് മാത്രമേ കോൺഗ്രസിന് പറയാനുള്ളൂ. കോൺഗ്രസ് പോലും തള്ളിക്കളയുകയാണ് ഗീതാ ഗോപിനാഥിനെ, അല്ലേ ശ്രീ ലിജു? നിങ്ങൾ പോലും തള്ളിക്കളയുന്ന ഗീതാ ഗോപിനാഥിനെയാണ് പിണറായി ഇപ്പോൾ ഉപദേശക സ്ഥാനം നൽകി ആദരിച്ചിരിക്കുന്നത്. അല്ല, ഞാൻ ബഹുമാന്യ ശ്രീമതി ഗീതാ ഗോപിനാഥിന്റെ ഒരു സാമ്പത്തിക രംഗത്തെ നേട്ടങ്ങളെയോ അവരുടെ അക്കാഡമിക് ബ്രില്യൻസിനെയോ ഒന്നും ഞാൻ തള്ളി പറഞ്ഞതല്ല. പക്ഷെ അവർ ഭൂമി ഏറ്റെടുക്കലിന്റെ കാര്യത്തിലും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ അല്ലെങ്കിൽ സബ്സിഡി കാര്യങ്ങളിലുമൊക്കെ അവരെടുത്തിരിക്കുന്ന നിലപാടുകൾ ജനവിരുദ്ധമാണ് എന്ന അഭിപ്രായമാണ് കോൺഗ്രസിനുള്ളത്. സ്വാഭാവികമായും ശ്രീ പിണറായി വിജയൻ അത്തരത്തിലാണ് പോകുന്നതെങ്കിൽ എതിർപ്പ് പ്രകടിപ്പിക്കേണ്ടി വരും. ശരി, ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ JR പത്മകുമാർ, കേന്ദ്ര സർക്കാരിൻ്റെ ഈ പറയുന്ന പ്രധാനപ്പെട്ട പല നടപടികളെയും ശ്ലാഘിച്ചിട്ടുള്ള സാമ്പത്തിക വിദഗ്ധയാണ് ഗീതാ ഗോപിനാഥ്. അവരുടെ ഉപദേശം കേരളത്തിൻ്റെ വികസനത്തിനും ഗുണം ചെയ്യുമെന്ന് കരുതി BJP പിണറായി വിജയനെ പിന്തുണയ്ക്കുന്നു ഈ തീരുമാനമെടുത്തതിൽ?
അല്ല, ഞങ്ങൾ അദ്ദേഹത്തെ ആ തീരുമാനം എടുത്തതിൽ എതിർക്കുന്നില്ല. കാര്യം നല്ല കാര്യം തന്നെ. പക്ഷേ ഇത് ഇവർക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് 10-20 വർഷം കഴിഞ്ഞിട്ടേ ആവുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ ഗീതാ ഗോപിനാഥിൻ്റെ നിലപാടുകൾ എന്തായിരുന്നു, അവർ എന്താണ് കേരളത്തിന് വേണ്ടിയിട്ടുള്ള കോൺട്രിബ്യൂഷൻ, അവർ ഇറക്കിയിട്ടുള്ള പേപ്പറുകൾ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് എന്താ ചെയ്തിട്ടുള്ളത്, ഇവിടുത്തെ അടിസ്ഥാനപരമായി ഏറ്റവും പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ നിലപാടെന്ത്, പ്രത്യേകിച്ച് ദളിത് അതുപോലെ തന്നെ ആദിവാസി പട്ടികജാതി അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഇവർക്ക് എന്തറിയാം, ഇതൊന്നും ഇതൊക്കെ മനസ്സിലാകില്ല. അവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക വിദഗ്ധയാണ്, ഇൻ്റർനാഷണൽ നിലവാരത്തിൽ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് വളരെ ചുമതല വഹിക്കുന്ന ആളാണ്, അതിലൊന്നും ആർക്കും സംശയമില്ല. പക്ഷേ ഇവർ ഇത്രയും കാലം പറഞ്ഞതെന്താ? മോഡിയുടെ നയങ്ങൾ തെറ്റായിപ്പോയി, സാമ്പത്തിക നിലപാടുകൾ, ഞങ്ങളാരും ഈ മാർക്കറ്റ് എക്കോണമിയുമായി ബന്ധപ്പെട്ട് അതിനെ ഒരു മാർക്കറ്റ് ഫ്രണ്ട്ലി എന്നുള്ളൊരു നിലപാട് തന്നെയാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം നിലപാടുകൾ എടുക്കുന്നത്. കോൺഗ്രസ് ഇപ്പോൾ ലിജു പറഞ്ഞൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാകും, 91 തുടങ്ങിയത് അവരായി പരിഷ്കാരം കൊണ്ടുവന്ന് പകുതിയായി ഒരു ഹാഫ് ഫിനിഷ്ഡ് ആക്കിയിട്ട് അവരിട്ടിട്ട് പോയി. അവർക്ക് സംശയം വന്നിട്ട് ഫിനിഷ്ഡായി ഒരിടത്തും എത്താത്ത ഒരു സ്ഥിതിയിലേക്ക് വന്നു.